വെൽക്കം ടു മീരാസ് ഇംഗ്ലീഷ് ഹബ്. ഇന്ന് എല്ലാവർക്കും ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രസ തിയറി ആണെങ്കിലും ധ്വനി തിയറി ആണെങ്കിലും ഇന്ത്യൻ ഈസ്തറ്റിക്സ് പഠിക്കുമ്പോൾ എല്ലാവർക്കും ഒരിത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെ ഈ ഒരു ടോപ്പിക്കിനെ ഏറ്റവും രസകരമായി ഏറ്റവും സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് MCQസിലൂടെ, അതായത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള MCQs, അല്ലാതെ നമ്മുടെ സാധാരണ രീതിയിലുള്ള MCQs അല്ല, ഈ MCQസിലൂടെ കണക്റ്റഡ് ആയിട്ട് ഒരു ചെയിൻ മെത്തേഡിലൂടെ ഈ ധ്വനി വളരെ സിമ്പിൾ ആയിട്ട് ഒരു സിനിമ കാണുന്ന ഫീലിലൂടെ തന്നെ നമുക്ക് പഠിച്ചെടുത്താലോ? അങ്ങനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ക്ലാസ് തുടക്കം മുതൽ അവസാനം വരെ കാണുക, 1 മാർക്ക് ഉറപ്പിക്കുക. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഡാഷ് authored a light on suggestion, a work articulating the philosophy of aesthetic suggestion. ഈ ഒരു ചോദ്യം HSA എക്സാം ഹാളിൽ നിങ്ങൾ ഇരിക്കുകയാണ്, നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഈ ഒരു ചോദ്യം വരുന്നു. പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കുമെന്ന് ഞാൻ പറയട്ടെ. സിലബസിൽ നിന്നും പുറത്തു നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. ഈ ഒരു ചോദ്യം ഈ ഒരു ബുക്കിനെ കുറിച്ച്, ഈ ഒരു വർക്കിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടേ ഇല്ല എന്നായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുക. അവിടെയാണ് നമ്മൾ ചില കീ വേർഡ്സ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എ ലൈറ്റ് ഓൺ സജഷൻ. ഈ സജഷൻ എന്ന് നമ്മൾ ധ്വനി പഠിക്കുമ്പോൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് അല്ലേ? ഈ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് വെച്ചോളൂ. സജഷൻ, സജഷൻ എന്നത് കുറിച്ച് വെച്ചോളൂ. ഈ സജഷൻ എന്ന് പറയുന്നത് ധ്വനിയുമായിട്ട് കണക്റ്റഡ് ആണ്. ധ്വനി. എ ലൈറ്റ് ഓൺ സജഷൻ എന്നത് ധ്വന്യലോക എന്ന് പറയുന്ന വർക്കിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഡാഷ് authored a light on suggestion, a work articulating the philosophy of aesthetic suggestion എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയും. പക്ഷെ അവിടെയും ചിലവർക്കൊരു കൺഫ്യൂഷൻ മനസ്സിലുണ്ടായിരിക്കും. ഭർതൃഹരി അല്ല, പതഞ്ജലി അല്ല, എ ആണോ സി ആണോ? ഈ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും വരും. അതിന് ഞാൻ 100% ഗ്യാരണ്ടിയാണ്. ധ്വനി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഓഥർ അല്ലെങ്കിൽ ധ്വനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അത് ചേർത്ത്, ആ പേരിന്റെ കൂടെ തന്നെ ചേർത്ത് പറയുക, ആനന്ദവർദ്ധനയുടെ ധ്വനി. ആനന്ദവർദ്ധനയുടെ ധ്വനി എന്ന് പറയുന്ന വർക്ക്. ഓക്കെ, അപ്പൊ ധ്വന്യലോക, ആനന്ദവർദ്ധനയുടെ ധ്വന്യലോക, എ ലൈറ്റ് ഓൺ സജഷൻ. അപ്പൊ പിന്നെ ഈ അഭിനവഗുപ്തക്ക് എന്താണ് ഈ വീട്ടിൽ കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? അഭിനവഗുപ്തയുടെ മെയിൻ ഒരു ജോബ് എന്താണ്? കമന്ററി എഴുതുക എന്ന ജോബാണ് അല്ലെ? പല വർക്കിനും, പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കിനും കമന്ററി എഴുതിയിട്ടുള്ള ഓഥറാണ് അഭിനവഗുപ്ത. അതുകൊണ്ട് തന്നെ ആനന്ദവർദ്ധനയുടെ ധ്വന്യലോകക്കും കമന്ററി എഴുതിയത് ആര് തന്നെയാണ്? നമ്മളുടെ അഭിനവഗുപ്തയാണ്. ആ കമന്ററിയുടെ പേരാണ് ലോചന. ലോചന. ഓക്കെ, അപ്പോൾ എ ലൈറ്റ് ഓൺ സജഷൻ എന്ന് പറയുന്ന വർക്കിന്റെ ഓഥർ ആരാണ്? അത് മറ്റാരുമല്ല, നമ്മളുടെ സ്വന്തം ആനന്ദവർദ്ധന. അപ്പോൾ ആനന്ദവർദ്ധനയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ആനന്ദവർദ്ധനയുടെ ധ്വന്യലോക. ധ്വന്യലോക, ധ്വന്യലോക. ഈ ധ്വന്യലോകയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് എ ലൈറ്റ് ഓൺ സജഷൻ. അടുത്ത ചോദ്യം. 3 പേരുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഫസ്റ്റ് നമ്മളുടെ ആനന്ദവർദ്ധന എന്ന പേര് കാണാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് അഭിനവഗുപ്ത എന്ന പേര് കാണാൻ സാധിക്കുന്നു. തേർഡ്, ഇവർ രണ്ടുപേരും സംസ്കൃത് സ്കോളേഴ്സ് ആണെന്ന് നമുക്കറിയാം അല്ലെ? തേർഡ് ഒരു ഇംഗ്ലീഷ് ഒരു സ്കോളറിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഇവിടെ കാര്യം എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? ഡാനിയൽ H.H. ഇംഗോൾസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സ്കോളർ ആണ്. അദ്ദേഹം വെയിൽസിൽ നിന്നും ആണ് അദ്ദേഹത്തിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു സംസ്കൃത് സ്കോളർ കൂടിയാണ്. അപ്പൊ സംസ്കൃത് എന്ന ഭാഷയുടെ ആ ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ കൂടി ഷോക്കേസ് ചെയ്യുന്ന ഒരു പ്രൊഫസറാണ് ഡാനിയൽ H.H. ഇംഗോൾസ്. ഇനി ഇവര് 3 പേരെയും കണക്ട് ചെയ്യുന്ന ആ ഒരു കോമൺ എലിമെന്റ് എന്താണ് എന്നതാണ് നമ്മളുടെ ചോദ്യം.
അപ്പോൾ ആനന്ദവർദ്ധന, ഞാൻ നേരത്തെ പറഞ്ഞു, ആനന്ദവർദ്ധനയുടെ പേരിന്റെ കൂടെ തന്നെ നമ്മൾ ആരുടെ എന്ത് ചേർത്ത് വായിക്കണം? ആനന്ദവർദ്ധനൻ എഴുതിയ ബുക്കിന്റെ പേര് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ധ്വന്യലോക, അല്ലെ? ധ്വന്യലോക എന്ന് ചേർത്ത് വായിക്കുക. അപ്പോൾ എ ലൈറ്റ് ഓൺ സജഷൻ എന്ന് നമ്മൾ കണ്ടു, അല്ലെ? ഇംഗ്ലീഷ് ഇക്വലന്റ് നമ്മൾ കണ്ടു. അപ്പൊ ആനന്ദവർദ്ധനയുടെ ബുക്കാണ് ധ്വന്യലോക എന്ന് പറയുന്നത്. ഈ അഭിനവഗുപ്ത എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കമന്ററി എഴുതുന്നു, അല്ലെ? കമന്ററി എന്ന് പറയുന്ന ഒരു കീവേഡ് അദ്ദേഹത്തിന്റെ കൂടെ ചേർത്ത് വായിക്കാം. അപ്പൊ ഈ കമന്ററിയുടെ പേരെന്തായിരുന്നു? ലോചന. ലോചന എന്ന കമന്ററി എഴുതി. ഓക്കെ, എന്തിന്റെ കമന്ററി ആണ്? ധ്വന്യലോകയുടെ കമന്ററി ആണ് ലോചന എന്ന് പറയുന്നത്. ഓക്കെ, അത് എഴുതിയത് അഭിനവഗുപ്ത. ഇനി ഡാനിയൽ എച്ച് ഇംഗോൾസ് എന്താണ് ചെയ്തത് എന്നതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഡാനിയൽ എച്ച് ഇംഗോൾസ് എന്ത് ചെയ്തു? ഇതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇത് രണ്ടിനെ, ഈ ധ്വന്യലോക മാത്രമല്ല കേട്ടോ, ധ്വന്യലോകയുടെ കമന്ററി ആയിട്ടുള്ള ലോചന കൂടി എന്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു? ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതാണ് ഡാനിയൽ എച്ച് ഇംഗോൾസ്. അപ്പൊ ഇവിടെ 3 ചോദ്യങ്ങളാണ്. ധ്വന്യലോക എന്ന് പറയുന്ന വർക്ക് എഴുതിയത് ആനന്ദവർദ്ധന, കമന്ററി എഴുതിയ ലോചന എന്ന ധ്വന്യലോകയുടെ കമന്ററി എഴുതിയത് അഭിനവഗുപ്ത. ഈ 2 വർക്കും കൂടി ചേർത്ത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ഡാനിയൽ എച്ച് ഇംഗോൾസ്. Anandavardhana, author of Dhvanyaloka. Abhinavagupta wrote commentary of Dhvanyaloka. Lochana, അതുപോലെ തന്നെ ഡാനിയൽ എച്ച് ഇംഗോൾസ്, the complete Dhvanyaloka, together with Abhinavagupta's commentary on it, has been translated in English by the Sanskrit scholar Daniel H. Ingalls and his collaborators. Okay, അപ്പോൾ ഇത്രയും ഈ 3 പേരും നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ധ്വനിനെ ബേസ് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. Threefold categorization based on function of words. ഈ threefold categorization based on function of words ന് പകരം ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക വ്യാപാരാസ് എന്നൊരു വേർഡ് ആയിരിക്കാം. ഈ വ്യാപാരാസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷൻ ഓഫ് വേർഡ്സ് ആണ് ധ്വനിയുടെ കോണ്ടെക്സ്റ്റിൽ സൂചിപ്പിക്കുന്നത് എന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. വ്യാപാര, ഓക്കെ, വ്യാപാര എന്നാണ് അതിനെ പറയുക, വ്യാപാരാസ്. അപ്പോൾ ഈ ത്രീഫോൾഡ് കാറ്റഗറൈസേഷൻ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ഓഫ് വേർഡ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് അഭിത, ലക്ഷണ, വ്യഞ്ജന. ഓക്കെ, അഭിത എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അത് ആ ഒരു പ്രൈമറി മീനിങ് ആണ്, ഡയറക്റ്റ് മീനിങ് എന്ന് പറയാം അല്ലെ. പ്രൈമറി മീനിങ് ആണ് അല്ലെങ്കിൽ ഡയറക്റ്റ് മീനിങ് ആണ്. ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം തോന്നുന്ന ആ ഒരു മീനിങ്, സർഫേസ് ലെവൽ മീനിങ് ആണ് അഭിത എന്ന് പറയുന്നത്. ഇനി ലക്ഷണ എന്ന് പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സംതിങ് എൽസിനെ ആവാം, അല്ലെങ്കിൽ മറ്റൊരു മീനിങ് ആവാം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊന്നാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആ ഒരു രീതിയിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ ഉപയോഗിച്ചിട്ട് മറ്റൊന്നാണെങ്കിൽ അവിടെ ലക്ഷണയാണ് വരുന്നത്. ഇനി വ്യഞ്ജന എന്ന് പറയുമ്പോൾ അത് സജസ്റ്റീവ് മീനിങ് ആണ്. ഓക്കെ, സജസ്റ്റീവ് മീനിങ്ങിനെയാണ് വ്യഞ്ജന എന്ന് പറയുന്നത്, സജസ്റ്റീവ് മീനിങ്. ഈ സജസ്റ്റീവ് മീനിങ് എന്ന് പറയുമ്പോൾ അത് ഈ പ്രൈമറി മീനിങ്ങിന്റെയും ലക്ഷണയുടെയും ബിയോണ്ട് ആണ്, അതിലുപരി അതുക്കും മേലെ എന്നൊക്കെ പറയുന്നത് പോലൊരു സംഭവമാണ് ഈ സജസ്റ്റീവ് മീനിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അഭിത എന്ന് പറയുമ്പോൾ വെർബൽ പവർ ടു കൺവേ ദി ലിറ്ററൽ മീനിങ് ഓഫ് വേർഡ്സ് അല്ലെ. It is the potency of the words to convey their conventional dictionary meaning. ആ ഒരു conventional dictionary meaning convey ചെയ്യാനായിട്ടുള്ള വാക്കുകളുടെ ആ ഒരു പൊട്ടൻഷ്യലിനെയാണ് അഭിത എന്ന് പറയുന്നത്. അതായത് സർഫേസ് ലെവൽ മീനിങ് അത്രമാത്രം ഓർത്തിരിക്കുക. ഇനി ലക്ഷണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ മെറ്റഫറിക്കൽ യൂസേജ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഒരു സെക്കൻഡറി മീനിങ് കൂടി അതിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് നമ്മൾക്ക് ഈ ലക്ഷണയിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു സെക്കൻഡറി മീനിങ് കൂടി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഡയറക്റ്റ് മീനിങ്ങും ഉണ്ട്, സെക്കൻഡറി മീനിങ്ങും ഉണ്ട്. ഇനി വ്യഞ്ജന എന്ന് പറയുമ്പോൾ ദ തേർഡ് പൊട്ടൻസി ഓഫ് എ വേർഡ്, അത് ഇറ്റ് ഈസ് ബിയോണ്ട് അഭിധ, ഇറ്റ് ഈസ് ബിയോണ്ട് ലക്ഷണ. ഇത് രണ്ടും പോലെയല്ല, അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു മീനിങ്ങിനെയാണ്
സജസ്റ്റഡ് മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 types of കാവ്യ മെൻഷൻഡ് ഇൻ ധ്വന്യലോക. ധ്വന്യലോകയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 3 ടൈപ്പ് ഓഫ് കാവ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 3 കാവ്യങ്ങളുടെയും ഡെഫിനിഷൻ, അത് ഉത്തമ കാവ്യമാണോ, അധമ കാവ്യമാണോ, മധ്യമ കാവ്യമാണോ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് ഇതിന്റെ പേരുകൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാവ്യം നോക്കാം. പോയട്രി ദാറ്റ് സ്ട്രക്ചർഡ് ഇൻ ടു വേരിയസ് പാറ്റേൺസ് ഓർ ഡ്രോയിങ്. അതുപോലെ തന്നെ അധമ കാവ്യമാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ വേർബൽ പ്ലേ. ഒരു വേർബൽ പ്ലേ ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. അല്ലാതെ മറ്റൊന്നും അതിന് നമ്മൾക്ക് കൺവേ ചെയ്ത് തരാനായിട്ടില്ല. അതിന്റെ എലഗൻസ് ഒക്കെ ആ ഒരു വേർഡ്സിന്റെ അറേഞ്ച്മെന്റിലും അതിന്റെ റിതം അല്ലെങ്കിൽ റൈമിലൊക്കെ ഇരിക്കുന്നു. ഓക്കെ, ആൻഡ് വേർഡ് ധ്വനി, ദ സജസ്റ്റീവ് പവർ ഓഫ് പോയട്രി ഈസ് ആബ്സെന്റ്. അപ്പൊ ധ്വനി ഇല്ലാത്ത കൈൻഡ് ഓഫ് പോയട്രി കൂടിയാണ് ഏതാണ് പറയൂ? ചിത്രകാവ്യ. ഓക്കെ, ചിത്രകാവ്യമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ചിത്രകാവ്യമാണ്. അപ്പൊ ചിത്രകാവ്യത്തില് നമ്മൾക്കറിയാം അവിടെ പാറ്റേൺസും ഡ്രോയിങ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു പോയട്രി, അവിടെ നമുക്ക് ഒരു കാവ്യത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് അധമ കാവ്യമാണ്. കാരണം വേർബൽ പ്ലേ അല്ലാതെ നമ്മൾ ഒരു രസം ഇവോക്ക് ചെയ്യാനെന്നുള്ള ഒരു പവർ അതിനില്ല. ആ ഒരു സജസ്റ്റീവ് പവർ പോലും കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു ശക്തി വാക്കുകൾക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ വേർബൽ പ്ലേ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് കാവ്യമാണ് ചിത്രകാവ്യം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് കാവ്യ ഏതാണ് എന്ന് നോക്കാം. ഇവിടെ വെൽ എൻഡോവ്ഡ് വിത്ത് ഡിസ്ക്രിപ്റ്റീവ് പോയട്രി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെ മധ്യമ കാവ്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. വെൽ എൻഡോവ്ഡ് വിത്ത് ഡിസ്ക്രിപ്റ്റീവ് പോയട്രി, ഒരു ഡിസ്ക്രിപ്റ്റീവ് കൈൻഡ് ഓഫ് പോയട്രി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ധ്വനി ഈസ് സെക്കൻഡറി ടു അലങ്കാര. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ധ്വനി ഇവിടെ സജസ്റ്റഡ് സെൻസ് അപ്പോഴും സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, ധ്വനി സബോർഡിനേറ്റ് ആണ്. അലങ്കാര അതുക്കും മേൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാവ്യത്തെ നമ്മൾ മധ്യമ കാവ്യം എന്ന് വിശേഷിപ്പിക്കുന്നത് മധ്യമ കാവ്യമാണ്. ചിത്രകാവ്യത്തെ നമ്മൾ അധമ കാവ്യം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഈ കാവ്യം എന്ന് പറയുന്നത് ഗുണിഭൂത വ്യജ്ഞകാവ്യമാണ് കേട്ടോ. ഗുണിഭൂത വ്യജ്ഞകാവ്യം, ഗുണിഭൂത വ്യജ്ഞകാവ്യ. ഈ ഗുണിഭൂത വ്യജ്ഞകാവ്യം എന്ന് പറയുന്നത് മധ്യമ കാവ്യമാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ, ദി പോയട്രി ദാറ്റ് സജസ്റ്റ് ആസ് ട്രൂ കാവ്യ, ദ ബെസ്റ്റ്, ഉത്തമ കാവ്യം. ധ്വനി, ദ അൺസ്പോക്കൺ സജസ്റ്റീവ് എലിമെന്റ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നു. ആ ഒരു സജസ്റ്റീവ് എലിമെന്റ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാവ്യം, അതിന് നമ്മൾ ഉത്തമ കാവ്യം എന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെയുള്ള കാവ്യത്തെ നമ്മൾ കൊടുക്കുന്ന പേരാണ് ധ്വനി കാവ്യ. ഓക്കെ, ധ്വനി കാവ്യ. ഇവിടെ നിങ്ങൾക്ക് ആ പേരുകൾ കാണാം. ചിത്രകാവ്യ, ഗുണിഭൂത വ്യജ്ഞകാവ്യ, ധ്വനി കാവ്യ. ഓക്കെ, അപ്പോൾ അധമ കാവ്യം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ചിത്രകാവ്യത്തെയാണ്. മധ്യമ കാവ്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഗുണിഭൂത വ്യജ്ഞകാവ്യത്തെയാണ്. അതുപോലെ ഉത്തമ കാവ്യ അല്ലെങ്കിൽ ബെസ്റ്റ് കാവ്യം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത് ധ്വനി കാവ്യത്തെയാണ് എന്ന് മറക്കാതിരിക്കുക. അടുത്തതായിട്ട് 3 ടൈപ്സ് ഓഫ് ധ്വനീനെയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ 3 ടൈപ്സ് ഓഫ് ധ്വനിയിൽ ഇവിടെ 3 ടൈപ്സ് ഓഫ് ധ്വനിയുടെ പേരുകൾ കൊടുത്തിട്ടില്ല. പകരം കൊടുത്തിരിക്കുന്നത് എന്താണ്? അതിന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഐഡിയാസ്, ഫാക്ട്സ് ആർ ഇംപ്ലൈഡ്, അതുപോലെ തന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് സജസ്റ്റഡ്, രസ ഈസ് ഇവോക്ഡ്, ഇമോഷൻസ് ആർ കൺവേഡ്. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കോമൺ സെൻസ് ആണ് എന്ന് ഞാൻ പറയും. 3 ടൈപ്സ് ഓഫ് ധ്വനി നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, ധ്വനിയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താനായിട്ട് പറ്റും. ഇവിടെ ഐഡിയാസ് ഓർ ഫാക്ട്സ് ആർ ഇംപ്ലൈഡ് എന്ന് നിങ്ങൾക്ക് കാണാം. ഈ ഫാക്ട്, ഐഡിയാസ്, വസ്തുത എന്ന് പറയുന്ന ഒരു മലയാളം വാക്ക് നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്നുണ്ട് അല്ലെ. അവിടെ എന്താണ്? വസ്തുത, വാസ്തുധ്വനി. ഫസ്റ്റ് ആൻസർ എന്താണ്? വാസ്തുധ്വനി എന്നാണ് ഫസ്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഐഡിയാസ് അല്ലെങ്കിൽ ഫാക്ട്സ് മാത്രം നമ്മൾക്ക് പറഞ്ഞു തരുന്ന ധ്വനി, ടൈപ്പ് ഓഫ് ധ്വനി ഏതാണ്? വസ്തുതകൾ മാത്രം പറഞ്ഞു തരുന്നു. ഓക്കെ, അത് വാസ്തുധ്വനി. ഐഡിയാസ് ഓർ ഫാക്ട്സ് ആർ ഇംപ്ലൈഡ്.
ഇനി സെക്കൻഡ് ശ്രദ്ധിക്കുക. സെക്കൻഡ് എന്താണ്? ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അല്ലെ. ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമ്മൾ ഒരു അലങ്കാരമായിട്ടല്ലേ കൊടുക്കാറുള്ളത്? നമ്മളുടെ കാവ്യത്തിന് നമ്മൾ എഴുതുന്ന ആ ഒരു വർക്കിന് ഒരു അലങ്കാരമായിട്ടാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പോൾ അതിന് നമുക്ക് എന്ത് പേര് നൽകാം? അലങ്കാരധ്വനി. അലങ്കാരധ്വനി എന്ന് നമുക്ക് പേര് നൽകാം. ഓക്കെ. അപ്പോൾ വാസ്തുധ്വനി വസ്തുതകളെ സൂചിപ്പിക്കുന്നു. അലങ്കാരധ്വനി ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇനി രസ ഇവോക്ക് ചെയ്യുന്ന ധ്വനി. രസ, ഇമോഷൻസ് ആർ കൺവേഡ്. രസ ഇവോക്ക് ചെയ്യുന്നു. അപ്പൊ തന്നെ രസം നമ്മൾക്ക് കിട്ടി. രസധ്വനി. രസധ്വനിയാണ്. ഓക്കെ. രസധ്വനി. അപ്പൊ വാസ്തുധ്വനി, അലങ്കാരധ്വനി, രസധ്വനി. അപ്പോൾ ഐഡിയാസ് ഓർ ഫാക്ട്സ് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? അത് വാസ്തുധ്വനിയാണ്. അലങ്കാരധ്വനിയിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ് സജസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രസധ്വനിയിൽ രസ is evoked, emotions are conveyed. Classification of poetry based on suggestion. കാവ്യത്തിന്റെ ക്ലാസിഫിക്കേഷൻ സജഷൻ ബേസ് ചെയ്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ചിത്രകാവ്യ, ഗുണിഭൂത വ്യജ്ഞകാവ്യ, ധ്വനി കാവ്യ എന്നൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇവിടെ നമ്മൾ സജസ്റ്റഡ് സെൻസിലാണ് ബെസ്റ്റ് പോയട്രി നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുക. സജസ്റ്റഡ് സെൻസ് ഡോമിനേറ്റ് ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് പോയട്രി, ബെസ്റ്റ് കാവ്യം, ഉത്തമ കാവ്യം കാണാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു മാസ്റ്റിക് ഫോളോവിങ്ങിന് നിങ്ങൾക്കൊരു സ്കോപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ അധമ കാവ്യം ഏതാണ്? അധമ കാവ്യം ഏറ്റവും വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് കാവ്യം എന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ചിത്രകാവ്യമാണ് അല്ലെ. അതിനെ അധമ കാവ്യം, അധമം. ഓക്കെ, അധമം. അതുപോലെ ഗുണിഭുക്ത വ്യജ്ഞകാവ്യ എന്ന് പറയുമ്പോൾ മധ്യമ കാവ്യ. അതുപോലെ ധ്വനി കാവ്യ, അതാണ് സജസ്റ്റഡ് സെൻസ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ബെസ്റ്റ് പോയട്രി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഏറ്റവും നല്ല കാവ്യം, ഉത്തമ കാവ്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഉത്തമ കാവ്യം. ഇപ്പൊ ചിത്രകാവ്യ, അധമ കാവ്യ, നമ്മളുടെ ഗുണിഭൂത വ്യജ്ഞകാവ്യ, മധ്യമ കാവ്യ, അതുപോലെ ധ്വനി കാവ്യ, ഉത്തമ കാവ്യ. ഈ ചിത്രകാവ്യമെന്നും ഗുണിഭൂത വ്യജ്ഞകാവ്യമെന്നും ധ്വനി കാവ്യമെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നാലും കുറച്ച് എക്സാമ്പിൾസ് കിട്ടിയിരുന്നെങ്കിൽ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയേനെ എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലെ. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് എക്സാമ്പിൾസിലൂടെ ഈ കാര്യം ഒന്ന് ചെക്ക് ചെയ്താലോ. ഇവിടെ 3 എക്സാമ്പിൾസ് ആണ്, 3 സെന്റൻസ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കാവ്യ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് 3 കാവ്യം അറിയാം. ഒന്ന് നമ്മുടെ അധമ കാവ്യമായ CK ചിത്രകാവ്യ, പിന്നെന്താണ് ഗുണിഭൂത വ്യജ്ഞകാവ്യ GV, അതുപോലെ തന്നെ നമ്മളുടെ ധ്വനി കാവ്യ അല്ലെ, ധ്വനി കാവ്യ DK. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്? CK ഏതാണ്, GV ഏതാണ്, ധ്വനി കാവ്യ ഏതാണ് എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഹെർ ഫേസ് വാസ് എ ഫുൾ മൂൺ. Second example, the village is a widow. Her smile is the morning sunlight on the dew-kissed leaves. എന്നാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. Her face was a full moon. Her face was a full moon എന്ന് പറയുമ്പോൾ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്ന ഒരു പിക്ചർ നമ്മളുടെ മനസ്സിലോട്ട് വരുന്നു. ഈ ഫുൾ മൂൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു വിഷ്വൽ ഇമേജ്, ഒരു ബ്രൈറ്റ് റൗണ്ട് ഒരു റേഡിയൻ ഫേസ് ആണല്ലേ നമ്മളുടെ മനസ്സിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊരു ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എന്താണ് എന്ന് പറയാം? ചിത്രകാവ്യത്തിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും, ചിത്രകാവ്യം. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദി വില്ലേജ് ഈസ് എ വിഡോ. ഈ വില്ലേജ് ഈസ് എ വിഡോ എന്ന് പറയുമ്പോൾ ഈ ലിറ്ററൽ മീനിങ് അല്ല ഇന്റെന്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ അല്ലെ. ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സംതിങ് എൽസ് ആണ്. വില്ലേജ് ഒരു വിധവയാണ് എന്നതല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ വിഡോ എന്ന വേർഡിന് മറ്റു പല മീനിങ്ങിലോട്ടും ഈ ഒരു സെന്റൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദ പോയറ്റ് ഈസ് സജസ്റ്റിംഗ് ദാറ്റ് ദ വില്ലേജ് ഈസ് ഡെസേർട്ടഡ്, ഒറ്റപ്പെട്ട്, ലോൺലി ആൻഡ് ഡിവോയ്ഡ് ഓഫ് ലൈഫ്. അതാണ് ഒരു വിഡോയെ പോലെ, ഹു ഹാസ് ലോസ്റ്റ് ഹെർ ഹസ്ബൻഡ്, അതുപോലെ ഒറ്റപ്പെട്ടൊരു വില്ലേജ് ആണ് എന്ന രീതിയിൽ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ലിറ്ററൽ മീനിങ് സബ്സർവിയൻ ടു ഇംപ്ലൈഡ് മീനിങ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഗുണിഭുക്ത വ്യജ്ഞകാവ്യമാണ് ഇവിടെ കാണാനായിട്ട്
സാധിക്കുക. ഓക്കെ, ഗുണിഭൂത വ്യജ്ഞകാവ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ ഇംപ്ലൈഡ് മീനിങ് എന്തിനെ സബോർഡിനേറ്റ് ആക്കുന്നു? ലിറ്ററൽ മീനിങ്ങിനെ സബോർഡിനേറ്റ് ആക്കുന്നു അല്ലെ? ലിറ്ററൽ മീനിങ്ങിനെ സബോർഡിനേറ്റ് ആക്കുന്നു. അടുത്തത് മൂന്നാമത്തെ എക്സാമ്പിൾ ആണ്. Her smile is the morning sunlight on the dew-kissed leaves എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളില് ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് സട്ടിൽ അല്ലെങ്കിൽ ഹിഡൻ എന്താണ്? ആ ലിറ്ററൽ മീനിങ് നമ്മൾക്ക് ഒരു സെൻസും തരുന്നില്ല. ലിറ്ററൽ മീനിങ് അല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ? സ്മൈൽ ഇസ് ദി മോർണിംഗ് സൺലൈറ്റ് ഓൺ ദി ഡ്യൂ കിസ്ഡ് ലീവ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ദ സജസ്റ്റഡ് മീനിങ് കുറച്ച് കോംപ്ലെക്സ് ആണ്, അതുപോലെ മൾട്ടി ഫാസറ്റഡ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മൾട്ടിപ്പിൾ സെൻസിലോട്ട് അതിനെ എത്തിക്കാനായിട്ട് പ്രാപ്തമായ ഒരു വേർഡ് പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മോർണിംഗ് സൺലൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഹോപ്പിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ ന്യൂ ബിഗിനിങ്, വാംത്ത് അതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഡ്യൂ കിസ്ഡ് ലീവ്സ് ആണെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ്, ഡെലിക്കസി, ബ്യൂട്ടി ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ, ഈ മോർണിംഗ് സൺലൈറ്റിന്റെയും ഈ ഡ്യൂ കിസ്ഡ് ലീവ്സിന്റെയും ഒരു കോമ്പിനേഷൻ ഒരു ഇമേജ്, ഒരു ജെന്റിൽ, ടെൻഡർ, റേഡിയന്റ് ആയിട്ടുള്ള ബ്യൂട്ടിയുടെ ഒരു ഇമേജ് ആണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് അല്ലെ? അപ്പോൾ അഡ്വാൻസ്ഡ് ആസ്പെക്ട് ഓഫ് ധ്വനി കാവ്യമാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ധ്വനി കാവ്യ, കാരണം മൾട്ടിപ്പിൾ മെറ്റഫേഴ്സ് ഇതില് വീവ് ചെയ്ത് വെച്ചിരിക്കുവാണ് അല്ലെ? അവിടെ മൾട്ടിപ്പിൾ മീനിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത് ലിറ്ററൽ മീനിങ്ങിനെയും അതുപോലെ തന്നെ അവര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇംപ്ലൈഡ് മീനിങ്ങിനെയും ബിയോണ്ട് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതൊരു കോംപ്ലെക്സ് ആണ്, ഓപ്പൺ ടു ഇന്റർപ്രിട്ടേഷൻ ആണ്. അതാണ് ധ്വനി കാവ്യ എന്ന് പറയുന്നത്. ധ്വനി കാവ്യ ഇവിടെ സജസ്റ്റഡ് മീനിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിമ്പിൾ കമ്പാരിസൺ അല്ല, പക്ഷെ ഒരു കോംപ്ലെക്സ് വെബ് ഓഫ് അസോസിയേഷൻ ആൻഡ് കൊണോട്ടേഷൻ ആണ്. അസോസിയേഷൻ ആൻഡ് കൊണോട്ടേഷൻ, അതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്? ധ്വനി കാവ്യ. ധ്വനിയും സ്ഫോട തിയറിയും തമ്മിലുള്ള അസോസിയേഷൻ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഭർതൃഹരി, ഭർതൃഹരി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ വാക്യപതിയ എന്ന് പറയുന്ന വർക്കില് അദ്ദേഹം സ്ഫോട തിയറിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോൾ അതില് ഈ ഒരു സ്ഫോട തിയറിയുടെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം ആക്ട് ഓഫ് സ്പീച്ച് 3 സ്റ്റേജസിലൂടെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്റ്റേജ് നിങ്ങൾക്കൊരു പിക്ചറിലൂടെ കാണാം, സെക്കൻഡ് സ്റ്റേജ് കാണാം, തേർഡ് സ്റ്റേജും കാണാനായിട്ട് പറ്റും അല്ലെ? അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഇവിടെ നമ്മളുടെ ഈ ഒരു ലൈറ്റ്, ഈ കാർട്ടൂണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ദിമാഗ് കി ബത്തി ജൽ ഗയി എന്നൊക്കെ പറഞ്ഞിട്ട് ഐഡിയ, വാട്ട് ആൻ ഐഡിയ സർജി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ഐഡിയയുടെ കൺസെപ്ച്വലൈസേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ? അപ്പൊ കൺസെപ്റ്റ്, ആ ഒരു കോൺസെപ്റ്റ് രൂപം കൊള്ളുന്നു, കൺസെപ്ച്വലൈസേഷൻ ആണ് ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഐഡിയ ഒരാളുടെ മനസ്സിൽ അല്ലെങ്കിൽ രൂപപ്പെടുന്നു അല്ലെ? ഇനി എന്താണ്? ഈ വന്നിട്ടുള്ള ഐഡിയ വാക്കുകളിലൂടെ ആ ഒരു വ്യക്തി യൂസ് ചെയ്യുകയാണ് അല്ലെ? പെർഫോം ചെയ്യുകയാണ്. പെർഫോമൻസ് ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. പെർഫോമൻസ്, ഇവിടെ സ്പീക്കിംഗ് ആണ്, നമ്മുടെ ആക്ട് ഓഫ് സ്പീച്ച് ആണല്ലോ ഇവിടെ, അതുകൊണ്ട് തന്നെ സ്പീക്കിംഗ് എന്ന് പറയാം. പെർഫോമൻസ് ആണ്. അപ്പൊ കൺസെപ്ച്വലൈസേഷൻ, നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? പെർഫോമൻസ് ആണ്. ഇനി തേർഡ് സ്റ്റേജ് എന്താണ്? നമ്മളത് കേൾക്കുന്നു, ചിന്തിക്കുന്നു, നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ എന്തായിരിക്കും ആ ഒരു വാക്ക്? കോംപ്രിഹെൻഷൻ ആണ് അല്ലെ? ഓക്കെ, ആ ഒരു കംപ്ലീറ്റ് അട്ടറൻസിന്റെ കോംപ്രിഹെൻഷൻ, കോംപ്രിഹെൻഡ് ചെയ്ത് അതിനെ നമ്മൾ എന്താണ് അദ്ദേഹം പറയുന്നത്, ആ ഒരു വ്യക്തി പറയുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കുന്നു. അതാണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 സ്റ്റേജസ്, ആക്ട് ഓഫ് സ്പീച്ചില് 3 സ്റ്റേജ് ഉണ്ട് എന്ന് ആര് പറയുന്നു? ഭർതൃഹരി പറയുന്നു. ഭർതൃഹരി പറയുന്നു. അദ്ദേഹം എന്തുമായിട്ട് അസോസിയേറ്റഡ് ആണ്? സ്ഫോട തിയറിയുമായിട്ട് അസോസിയേറ്റഡ് ആണ് എന്ന് ഓർക്കുക. അദ്ദേഹം പറയുന്നു കൺസെപ്ച്വലൈസേഷനെ കുറിച്ച് പറയുന്നു, ആ കൺസെപ്ച്വലൈസേഷൻ, അതിന്റെ പെർഫോമൻസ്, ആക്ട് ഓഫ് സ്പീക്കിങ്ങിനെ കുറിച്ച്, പിന്നീട് അതിന്റെ കോംപ്രിഹെൻഷനെ കുറിച്ചും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അടുത്തതായിട്ട് സ്ഫോട തിയറിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള 3 പേരുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ? ഭർതൃഹരി, പണിനി, പതഞ്ജലി. അപ്പൊ ഭർതൃഹരി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സ്ഫോട തിയറി എന്ന് വന്നിട്ടുണ്ടാകും. കൂടാതെ അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് വാക്യപതീയ, വാക്യപതീയ എന്ന് പറയുന്ന വർക്കും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും.
ഈ വാക്യപതിയ എന്ന വർക്കില് അദ്ദേഹം ഈ സ്പോഡ തിയറിയെ സംസ്കൃത് ഗ്രാമറിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നു. കൂടാതെ അതിനെ ഒരു ഫിലോസഫിക്കൽ ഡയമെൻഷനിലോട്ട് കൂടി കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് ഭർതൃഹരി എന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആനന്ദവർദ്ധന ഈ ധ്വന്യലോക എന്ന് പറയുന്ന വർക്കില് ധ്വനി സിദ്ധാന്തത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഫൗണ്ടേഷനും ഏത് തന്നെയാണ്? നമ്മുടെ ഭർതൃഹരിയുടെ വാക്യപതിയ സ്പോഡ തിയറി, വാക്യപതിയയിൽ കൊടുത്തിട്ടുള്ള സ്പോഡ തിയറിയാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്കിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഇനി നമ്മളുടെ പണിനി എന്ന് പറയുമ്പോൾ തന്നെ ഈ അഷ്ടധ്യായി എന്ന് പറയുന്ന വർക്ക് നമ്മുടെ മനസ്സിൽ വരും അല്ലെ? പണിനിയുടെ അഷ്ടധ്യായി. ഈ അഷ്ടധ്യായി എന്ന വർക്കില് സ്പോഡയാന എന്ന് പറയുന്ന ഒരു സ്കോളറിനെ കുറിച്ച് അദ്ദേഹം ഈ സ്പോഡ തിയറി ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു മെൻഷൻ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പതഞ്ജലി, അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് വർക്കാണ് മഹാഭാഷ്യ. മഹാഭാഷ്യ എന്ന് പറയുന്ന വർക്കില് അദ്ദേഹം എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? ഈ സ്പോഡനെ കുറിച്ച് ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത് പതഞ്ജലിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹി വാസ് ദ ഫസ്റ്റ് വൺ ഹു മെൻഷൻഡ് അബൌട്ട് സ്പോഡ in his work മഹാഭാഷ്യ. ഓക്കെ, അപ്പൊ പതഞ്ജലി ഇവിടെ ഭർതൃഹരി വാക്യപതിയ എന്ന വർക്കില് അതിനെ സംസ്കൃത് ഗ്രാമറിന്റെ പാർട്ടായിട്ടും അതുപോലെ തന്നെ അതിനൊരു ഫിലോസഫിക്കൽ ഡയമെൻഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ആ ഒരു വ്യത്യാസം. പതഞ്ജലി ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് മെൻഷൻ ചെയ്യുന്ന വ്യക്തി. എന്തിനെ കുറിച്ച്? സ്പോഡനെ കുറിച്ച് ആദ്യം മെൻഷൻ ചെയ്യുന്നത് മഹാഭാഷ്യ. ഭർതൃഹരി, വാക്യപതിയ, പണിനി, അഷ്ടധ്യായി, പതഞ്ജലി, മഹാഭാഷ്യ. അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് ധ്വനി ബേസ്ഡ് ഓൺ ദി ഡോമിനൻസ് ഓഫ് ലിറ്ററൽ മീനിങ്. ഇത് നമ്മൾ രണ്ട് ടൈപ്പാണ് ഈ ധ്വന്യലോകയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് അവിവക്സിത വാച്യധ്വനി, അതുപോലെ തന്നെ വിവക്സിത അന്യപരവാച്യധ്വനി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ നാവിന്റെ വിജാഗിരിയൊക്കെ പോകുന്നത് പോലെ തോന്നുമെങ്കിലും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവിവക്സിത വാച്യധ്വനി എന്ന് പറയുമ്പോൾ അതിലെ ലിറ്ററൽ മീനിങ് സപ്രസ്ഡ് ആണ്. കൂടാതെ ലിറ്ററൽ മീനിങ് ഇന്റന്റ് ചെയ്യുന്നില്ല. സ്പീക്കർ അവിടെ കൊടുത്തിട്ടുള്ള വാക്കിന്റെ ലിറ്ററൽ മീനിങ് ഇന്റന്റേ ചെയ്യുന്നില്ല. ആൻഡ് അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു സെൻസും തരുന്നില്ല. അതിനെയാണ് അവിവക്സിത വാച്യധ്വനി എന്ന് പറയുന്നത്. ഇനി വിവക്സിത അന്യപരവാച്യധ്വനി എന്ന് പറയുമ്പോൾ ആ ഒരു ലിറ്ററൽ മീനിങ് അല്ലെങ്കിൽ സർഫേസ് ലെവൽ മീനിങ് എന്താണോ അത് തന്നെയാണ് സ്പീക്കറിന്റെ ഇന്റൻഷനും എന്നതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ സ്പീക്കറിന്റെ ഇന്റൻഷൻ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? വിവക്സിത അന്യപരവാച്യധ്വനിയിലും. അതുപോലെ തന്നെ ഇന്റൻഷൻ എപ്പോഴും സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് അവിവക്സിത വാച്യധ്വനിയിലുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അമൂലിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണാനായിട്ട് പറ്റുക. ഇത് പെർഫെക്റ്റ് രംഗ് മഞ്ച് അമൂൽ ഹോളി യെല്ലോ എന്ന് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോളി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് ഇത് ഹോളിയുടെ ഒരു സെലിബ്രേഷൻ എന്ന രീതിയിൽ പുറമെ തോന്നിക്കുമെങ്കിൽ പോലും ഇവിടെ ഒരു സജസ്റ്റഡ് മീനിങ് ഉണ്ട് അല്ലെ? ആ ഹോളി യെല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് ബട്ടറിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? അമൂലിന്റെ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇതിന്റെ ബിഹൈൻഡ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അത് മറ്റൊരു ലിറ്ററൽ സെൻസിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? പ്രൈമറി മീനിങ് അല്ലല്ലോ. എന്താണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്? എന്താണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്? പ്രൈമറി ലിറ്ററൽ മീനിങ് അല്ല, പ്രൈമറി മീനിങ് അല്ല. പകരം എന്താണ്? ആ ഒരു സജസ്റ്റഡ് മീനിങ് ആണ് അല്ലെ? സജസ്റ്റഡ് മീനിങ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവിവക്സിത വാച്യധ്വനിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അവിവക്സിത വാച്യധ്വനി. അവിവക്സിത വാച്യധ്വനി, അതായത് ടൈപ്പ് ഓഫ് ധ്വനി where literal meaning is suppressed or hidden and the suggested meaning ആണ് പ്രൈമറി ആയിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുക. കാരണം ഫുൾ യെല്ലോ ഇവിടെ ഹോളി എന്ന് പറയുന്ന ആ ഒരു ഫെസ്റ്റിവൽ ഓഫ് കളറിനെ ബേസ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നെങ്കിലും ഒരു യെല്ലോ കളറിന്റെ ഒരു ഡോമിനൻസ് നമുക്ക് പലയിടത്തും കാണാനായിട്ട് സാധിക്കുന്നു അല്ലെ? അമൂൽ ബേബിയുടെ ആ ഒരു ലിപ്സിലും ഹാൻഡ് ഇവിടെ നോക്കിയ ഹാൻഡിലും ഒക്കെ ഒരു യെല്ലോ കളറിന്റെ ഡോമിനൻസ് കാണാൻ സാധിക്കുന്നു. ആ യെല്ലോ എന്ന് പറയുന്നത് സജസ്റ്റ് ചെയ്യുന്നു, മറ്റൊരു കാര്യത്തെ സജസ്റ്റ് ചെയ്യുന്നതാണ്, മറ്റൊരു സെൻസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ധ്വനി ബേസ്ഡ് ഓൺ ഡോമിനൻസ് ഓഫ് ലിറ്ററൽ മീനിങ്ങില് രണ്ടാമത്തത് വിവക്സിത അന്യപരവാച്യധ്വനി. അതെന്തായിരുന്നു?
അത് പ്രൈമറി മീനിങ്, അതായത് നമ്മളിപ്പോൾ ഒരു ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മൾക്ക് എഴുതി തരികയാണ്, അതിന് സജസ്റ്റഡ് മീനിങ്ങോ ഇംപ്ലൈഡ് മീനിങ്ങോ ഉണ്ടാവില്ല അല്ലെ. എന്താണോ അവിടെ എഴുതിയിരിക്കുന്നത് അത് തന്നെയായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അതിന് നമ്മൾക്ക് എന്തെന്ന് പറയാം? വിവക്സിത പരവാച്യ അന്യപരവാച്യ ധ്വനി എന്നാണ് അതിനെ പറയുക. പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടർ തരുന്ന പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ധ്വനി ബേസ്ഡ് ഓൺ ഡോമിനൻസ് ഓഫ് ലിറ്ററൽ മീനിങ്ങും നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിവക്സിത വാച്യധ്വനിയുടെ മറ്റൊരു എക്സാമ്പിൾ നമ്മൾക്ക് ഇവിടെ കാണാം. നമ്മളുടെ സിലബസിൽ നമുക്ക് ഡോൾസ് ഹൗസ് പഠിക്കാനുണ്ട് അല്ലെ. അവിടെ ആ ഒരു ഡോർ സ്ലാമിങ്, അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ധ്വനിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ദ ഡോർ സ്ലാം. ഈ ഡോർ സ്ലാമിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സൗണ്ട് ആണ് അല്ലെ. ഡോറിനെ ക്ലോസ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു സൗണ്ടിനെയാണ് അവിടെ ലിറ്ററൽ മീനിങ്ങിൽ അത് മീൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ സജസ്റ്റഡ് മീനിങ് അത് മാത്രമാണോ? അല്ല. ആ നോറയുടെ ഫൈനൽ ബ്രേക്ക് ഫ്രം ഹെർ ഒപ്രസീവ് മാരേജ്, ആ മാരേജിൽ നിന്നുള്ള ആ ഒരു ഫൈനൽ ബ്രേക്കപ്പ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൊസൈറ്റൽ എക്സ്പെക്ടേഷനിൽ നിന്നുള്ള പുറത്തോട്ട് വരുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഒരു ട്രാൻസിഷൻ ആണ് ടു ഇൻഡിപെൻഡൻസ് അല്ലെ. സെൽഫ് ഡിസ്കവറിനെയാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിവികസിത വാച്യ ധ്വനി എന്ന രീതിയിൽ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡോർ സ്ലാം ഓർത്തിരിക്കുക. അവികസിത വാച്യധ്വനി, ലിറ്ററൽ മീനിങ് ഇവിടെ ഡോർ സ്ലാമിന്റെ എന്താണ്? ഫിസിക്കൽ സൗണ്ട് അവിടെ സപ്രസ് ചെയ്തുകൊണ്ട് സജസ്റ്റീവ് മീനിങ്, സിംബോളിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് ലിബറേഷനെയും ഐഡന്റിറ്റിയെയും സൊസൈറ്റൽ നോംസിൽ നിന്നുള്ള ഒരു ഫ്രീഡം കൂടിയാണ് ഷോക്കേസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ക്രിറ്റിസിസം ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് ധ്വനി, theorists and their works ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു മാച്ച് ദി ഫോളോവിങ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ മഹിമ ഭട്ട, കുന്തക, ധനഞ്ജയ, മുകുള ഭട്ട, ഭട്ടനായക, അവരുടെയൊക്കെ വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കുക. ഇനി എങ്ങനെയാണ് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? മഹിമ ഭട്ട, അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര് മഹിമ ഭട്ട എന്നൊക്കെ പറയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്കൊരു കോഡ് വെച്ച് കണ്ടുപിടിക്കാം. മഹിമ, വളരെ വിവേകമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം, മഹിമ ഭട്ടൻ അല്ലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരെന്താണ്? വ്യക്തി വിവേക. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് കുന്തകയാണ്. കുന്തകയുടെ വർക്ക് ഏതാണ്? കുന്തക വക്രോക്തി ജീവിതം. അദ്ദേഹത്തിന്റെ പേര് ഒരു എന്താണ്? അതിൽ നിന്ന് നമുക്കൊന്ന് കുന്തക, ആ ഒരു രീതിയിൽ വക്രോക്തി ജീവിതമാണ് അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് ഓർത്തിരിക്കുക. ഇനി ധനഞ്ജയ എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര്? ധനഞ്ജയ, അദ്ദേഹത്തിന്റെ വർക്ക് ഏതാണ്? ദശരൂപക. അത് ഡി വെച്ച് നമുക്ക് ഓർത്തിരിക്കാം അല്ലെ. ദശരൂപക, ധനം, രൂപ, ധനം, രൂപ, ദശരൂപ എന്ന രീതിയിൽ നമുക്ക് ഓർക്കാം. ഇനി മുകുള ഭട്ടൻ എന്ന് പറയുമ്പോൾ അഭിത വൃത്തി മാതൃക എന്നാണ്. അഭിത വൃത്തി മാതൃക, അദ്ദേഹത്തിന് ഭയങ്കര മാതൃകാപരമായിട്ടുള്ള വൃത്തിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്നോർക്കുക. ഈ ഭട്ടനായക, അവിടെ എല്ലാം ഭാ വെച്ചിട്ട് നമുക്ക് ഭോജകത്വ, ഭാവകത്വ എന്ന് കണക്ട് ചെയ്യുക. അപ്പൊ മഹിമ ഭട്ട വളരെ വിവേകമുള്ള ഒരു വ്യക്തിയാണ്. വ്യക്തി വിവേകം. കുന്തക, അദ്ദേഹത്തിന്റെ ആ ഒരു പേര് പോലെ തന്നെ ഒരു വക്രോക്തി ആയിട്ടുള്ള ഒരു ജീവിതമാണ്. ഇനി ധനഞ്ജയ, ഭയങ്കര ധനമാണ്. രൂപക അല്ലെ. മുകുള ഭട്ട എന്ന് പറയുമ്പോൾ വൃത്തി മാതൃകയായിട്ട് എടുത്തിട്ടുള്ള ഒരു വ്യക്തി. ഭട്ടനായകന്റെ ഭാ വെച്ചിട്ട് ഭാവകത്വ, ഭോജകത്വ എന്നുകൂടി നോട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് പഠിച്ച് വെച്ചോളുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ധ്വനി എന്ന് പറയുന്ന ടോപ്പിക്കിനെ നമ്മൾ കുറച്ച് ചോദ്യങ്ങളിലൂടെ സിംപ്ലിഫൈ ചെയ്ത് എല്ലാ കാര്യങ്ങളും
ഇനി ധ്വനിയിൽ നിന്നും ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യം പോലും ഉത്തരം നൽകാതെ പോവാൻ പറ്റില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പഠിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ ട്രിക്സിലൂടെയും ടിപ്സിലൂടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയൊക്കെ രസകരമായി HSC ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മീരാസ് ഇംഗ്ലീഷ് ഹബിൽ ജോയിൻ ചെയ്യൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആപ്പിന്റെ ഡീറ്റെയിൽസും നമ്മളുടെ മറ്റു ക്ലാസ്സസ് യൂട്യൂബിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ HSC ഇംഗ്ലീഷ് 2025 എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മറ്റു ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ നമ്മൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസിന്റെ പുതിയ ബാച്ചസ് ആരംഭിക്കുന്നുണ്ട്. കൂടാതെ മെന്റർഷിപ്പ് ബാച്ചസ് വളരെ ചെറിയ ഫീസിൽ വിത്ത് ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. നമ്മൾ റിവിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 120 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇത് പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബാച്ചസിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സസുമായിട്ട് നമ്മൾക്ക് കാണാം. അതുവരെ താങ്ക് യു.